ജ്യോതിഷത്തിൻ്റെ ആധികാരികത ഏറെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിരുന്നു. ഏറെ നാൾ മുമ്പ് വരെ എല്ലാവരും ജ്യോതിഷത്തിനെതിരുമായിരുന്നു. എന്നാൽ വൈകാതെ തന്നെ അത് അംഗീകരിക്കപ്പെട്ടു. ഇന്ന് ജ്യോതിഷം അഥവാ ജ്യോതിശാസ്ത്രം സർവകലാശാലാ തലത്തിൽ പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് പോലും ചർച്ചകൾ നടക്കുന്നു. ഏതായാലും ഇന്നത്തെ പാലക്കാടൻ വിശേഷങ്ങൾ പറയുന്നത് പ്രശസ്തനായ ഒരു ജ്യോത്സ്യനെക്കുറിച്ചാണ്. പാലക്കാട് വടക്കന്തറയിലെ നന്ദൻ നമ്പൂതിരി എന്ന പ്രഗത്ഭ വ്യക്തിയാണ് ഇദ്ദേഹം. ജ്യോതിഷത്തെക്കുറിച്ച് തനിക്കുള്ള അറിവുകൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ് നന്ദൻ നമ്പൂതിരി. നരസിംഹൻ എന്നാണ്, പക്ഷെ ഇപ്പോൾ എല്ലാവരും അറിയുന്നത് നന്ദൻ നമ്പൂതിരി എന്നാണ്. ഞാനിവിടെ വടക്കന്തറ വിഷ്ണു ക്ഷേത്രത്തിൽ, ശ്രീയാമൂർത്തി വിഷ്ണു ക്ഷേത്രത്തിൽ അച്ഛൻ മേശാന്തിയായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നന്ദനത്തിങ്കൽ താമസിച്ചു വരുന്നു. ജ്യോതിഷം, താന്ത്രിക വിധികൾ, പൂജാദികളങ്ങൾ, ക്ഷേത്ര പ്രതിഷ്ഠാകാര്യങ്ങൾ ഇത്യാദികൾ നടത്തി വരുന്നു. ഇവിടെ പ്രധാനമായിട്ട് ജ്യോതിഷത്തിങ്കൽ പ്രധാനമായിട്ട് എനിക്ക് ഒരു സന്തോഷം തോന്നാൻ കാരണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതിലേക്ക് വരാൻ കാരണം, ജനങ്ങളുടെ ദുഃഖങ്ങൾ, ക്ലേശങ്ങൾ കണ്ട് അതിന് എന്നാൽ കഴിയുന്നതായിട്ടുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടേതായിട്ടുള്ള സാമ്പത്തിക ശേഷിക്കനുസരിച്ച് അത് ചെയ്ത് അവർക്കതിനുള്ള മനസ്സന്തോഷവും സമാധാനവും കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ജ്യോതിഷം ആരംഭിച്ചത്. അപ്പോൾ ഇന്നത്തെ കാലത്തിങ്കൽ ദുഃഖങ്ങൾ, ക്ലേശങ്ങൾ, ദുരിതങ്ങൾ ആണ്. പലതരത്തിലുള്ള ദുഃഖങ്ങളാണ് ഓരോരുത്തർക്കും. ഓരോരുത്തർക്ക് സാമ്പത്തികമായിട്ടുള്ള ദുഃഖങ്ങളായിരിക്കും, ചില ദാമ്പത്യമായിട്ടുള്ള ദുഃഖങ്ങളായിരിക്കും, രോഗബാധകളെ കൊണ്ടുള്ള ദുഃഖങ്ങളായിരിക്കും, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ശത്രുപീഡകൾ, മനവ്യാധി, മനക്കഷ്ടം മുതലായിട്ടുള്ള ഓരോ തരത്തിലുള്ള അനുഭവങ്ങൾ, ദോഷാനുഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ജാതകവും ഇന്നത്തെ ആരൂഢം, പ്രശ്ന ആരൂഢവും രണ്ടും താരതമ്യപ്പെടുത്തിക്കൊണ്ട് അതിൽ കഴിയാവുന്ന ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ കഴിയാവുന്ന പ്രായശ്ചിത്തങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് ചെയ്യിപ്പിച്ചുകൊണ്ട് അവർക്ക് സന്തോഷത്തെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ചിലവർക്ക് ചില പൂജാതിവിധികൾ അവരുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചിട്ടുള്ള ചില പൂജാതികൾ നിർദ്ദേശിക്കുകയും അത് ചെയ്ത് അവർക്ക് പൂർണ്ണമായിട്ടുള്ള സന്തോഷത്തെയും സമാധാനത്തെയും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ചിലർക്ക് സന്താന സൗഭാഗ്യതകളിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളാണ്, സന്താനങ്ങൾ കിട്ടാതെ വരിക, അതുപോലെ സന്താനം ഉണ്ടായാൽ സൽസ്വഭാവികളായിട്ട് വരാതിരിക്കുക. അങ്ങനെ പല ദുഃഖങ്ങൾ വരുന്ന സമയത്തെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ജാതകഫലത്തിങ്കൽ അതാത് ഭാവത്തിങ്കൽ കാണുന്ന നീചത്വത്തെ മനസ്സിലാക്കുകയും അതാത് ഗ്രഹങ്ങൾക്കുണ്ടാകുന്ന നീചത്തെ മനസ്സിലാക്കി അതാത് ഗ്രഹത്തെ നമ്മുടേതായിട്ടുള്ള സാമ്പത്തിക ശേഷിക്കും ശാരീരിക ശേഷിക്കനുസരിച്ചിട്ടും അതിനെ ഉയർത്തിക്കൊണ്ടുവരികയും അതാത് ഭാവത്തിലുള്ള നീചത്വത്തെ മാറ്റി അതാത് ദുഃഖത്തെ മാറ്റി സന്തോഷത്തെ നേടുകയും ചെയ്യാം. ഇപ്പോൾ സന്താന ഭാവത്തെ 5-ാം ഭാവത്തിങ്കിൽ ദുരിതാധിപത്യം വരുന്ന സമയത്തെങ്കിൽ അത് ഏത് ഗ്രഹമാണോ ദുരിതത്തിൽ നിൽക്കുന്നത് വെച്ചാൽ ആ ഗ്രഹത്തെ മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പോൾ രാഹു ആണെങ്കിൽ രാഹു പരിഹാരങ്ങൾ ചെയ്യും, ചൊവ്വയാണെങ്കിൽ അത് സുബ്രഹ്മണ്യ രീതിയെങ്കിൽ അതിൻ്റെ പ്രായശ്ചിത്തങ്ങൾ ചെയ്യുകയും അങ്ങനെ ഓരോ ഗ്രഹത്തിന് അതനുസരിച്ചായിട്ടുള്ള പ്രായശ്ചിത്തങ്ങൾ നിർദ്ദേശിച്ച് ആ നിർദ്ദേശമനുസരിച്ച് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ സിദ്ധിച്ചു വരുന്നു. അധികവും നമുക്ക് ഇവിടുന്ന് തമിഴ്നാട് ഭാഗത്തിങ്കിൽ നിന്നാണ് കൂടുതലായിട്ടുള്ള, തമിഴ്നാടിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും കോയമ്പത്തൂർ, പൊള്ളാച്ചി, മധുര, ദിണ്ടിക്കൽ, തിരുനെൽവേലി, തൃശ്ശിനാപ്പള്ളി, മദ്രാസ് മുതലായിട്ടുള്ള തമിഴ്നാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ വന്നുകൊണ്ടുണ്ട്. അതുപോലെ തന്നെ കർണാടകത്തിൽ ബാംഗ്ലൂർ, അതുപോലെ തന്നെ ആന്ധ്രയിൽ ഹൈദരാബാദ്, സെക്കൻഡറാബാദ് മുതലായിട്ടുള്ള ഭാഗത്തിൽ നിന്ന്, ഇപ്പോൾ കൽക്കട്ട ഭാഗത്തിൽ നിന്ന്, ഡൽഹി മുതലായിട്ടുള്ള ഭാഗത്തിൽ നിന്ന്, ബോംബെ മുതലായിട്ടുള്ള ഭാഗത്തിൽ നിന്ന്, ഇന്ത്യയുടെ എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാത് സ്ഥലത്തെങ്കിലും പോയി പ്രായശ്ചിത്തങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാൻ പൊതുവെ എൻ്റെ അച്ഛനോട് തന്നെയാണ് അതിൽ കൂടുതലായിട്ട് കടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവശുദ്ധിയിൽ നിന്നും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരോടുള്ള ആ ഒരു പെരുമാറ്റത്തിൽ നിന്നും, അതുപോലെ തന്നെ മറ്റുള്ളവർ അദ്ദേഹത്തോടുള്ള പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കിയതിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് അച്ഛനോട് തന്നെയാണ് അർത്ഥം. അത് കൂടുതൽ അതിൻ്റെ അനുഭവം കൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ടും എൻ്റെ എല്ലാ സമയവും ജ്യോതിഷത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി മാറ്റിവെക്കാൻ കാരണം, അങ്ങനെ കിട്ടിയതായിട്ടുള്ള അവർ വന്ന് നമ്മളോട് പറയുന്ന സന്തോഷങ്ങൾ അവരുടെ അനുഭവ രൂപത്തിൽ കേൾക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളൊരു അനുഭൂതിയാണ് അർത്ഥം. അത് കുറേ പൈസ കിട്ടിയോണ്ടോ മറ്റു കാര്യങ്ങളൊന്നും കിട്ടുന്നതല്ല അർത്ഥം. അവരുടെ അനുഭൂതി കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം
മാനസികമായിട്ടുള്ള സന്തോഷം, ആ ദൈവാദിനത്തിനുള്ള സന്തോഷം, അതുപോലെ അവർക്കുണ്ടാകുന്ന ഭക്തി, അതുപോലെ അവർക്കുണ്ടാകുന്ന വിശ്വാസം, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് കൂടുതലായിട്ട് ഇതിൽ തന്നെ പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ സമയം ഇതിൽ ചെലവഴിക്കാൻ ഉണ്ടായ പ്രചോദനം. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് ഗ്രഹദോഷങ്ങളുടെ ആധിക്യത്താൽ പലവിധ ദുഃഖങ്ങളും കഷ്ടതകളും വന്നു ഭവിക്കാം. പലപ്പോഴും അവയുടെ പ്രകടന ഫലങ്ങൾ നാം അറിയാതെയായിരിക്കും സംഭവിക്കുക. അവയെ തിരിച്ചറിഞ്ഞ് യോജ്യമായ പൂജകളിലൂടെയും കർമ്മങ്ങളിലൂടെയും ദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ നന്ദൻ നമ്പൂതിരിക്ക് സാധിക്കുന്നു. ദോഷത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുന്നിടത്താണ് വൈദഗ്ധ്യവും അറിവും വേണ്ടത്. ഇക്കാര്യത്തിൽ ഈശ്വരാനുഗ്രഹം വളരെയേറെ ലഭിച്ചിട്ടുണ്ട് നന്ദൻ നമ്പൂതിരിക്ക്. ഇപ്പോൾ ചില രാശികൾ പറയുന്നു, ഇപ്പോൾ കണ്ടകശനി മുതലായിട്ടുള്ള ദോഷങ്ങൾ, വ്യാഴമ്പുഴ മുതലായിട്ടുള്ള ദോഷങ്ങൾ, അങ്ങനെ ചാരവശാൽ കാണുന്ന ചില ദോഷങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്തി നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ വിധിക്കുകയും, ചില ഗ്രഹങ്ങൾ, ഇപ്പോൾ മാന്തി മുതലായിട്ടുള്ള ഗുളികൻ മുതലായിട്ടുള്ള ഗ്രഹങ്ങൾ നീചമായിരിക്കുന്ന സമയത്തെങ്കിൽ പൂർവ്വജന്മാന്തരമായിട്ട് ചെയ്ത കർമ്മദോഷത്തിനെ സംബന്ധിച്ചോളം ചില പ്രായശ്ചിത്ത രൂപത്തിങ്കിൽ നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ചില കർമ്മങ്ങൾ നമ്മൾ ചെയ്യാതെ വരിക. ഇപ്പോൾ പിതൃക്കൾ, അതായത് അച്ഛനമ്മമാർ മുതലായിട്ടുള്ള മുത്തശ്ശൻ മുതലായിട്ടുള്ള നമ്മുടെ പിതൃക്കൾ മരിച്ച് അവർക്ക് മുക്തി കിട്ടാതെ വരുന്ന സമയത്തിങ്കൽ, ശ്രാദ്ധകർമാദികൾ ചെയ്തിട്ട് പോലും മുക്തി കിട്ടാത്ത സമയത്തിങ്കൽ ആ പ്രേത വേർപാട് ചെയ്ത് പ്രേതത്തിന് മുക്തി കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ ആ സമയത്തിൽ പ്രായശ്ചിത്ത രൂപത്തിൽ നമ്മൾ ഹോമം ചെയ്യുകയും, അല്ല ജാതകവശാൽ കാണുന്ന ചില ഗ്രഹദോഷ നിവർത്തിക്കായിക്കൊണ്ട് ക്ഷേത്രദർശനം നടത്തി നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ട് ആ ദോഷത്തെ മാറ്റാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം, കൽക്കട്ടയിൽ നിന്ന് വന്ന ഒരു ഫാമിലിയാണ്. അവർ മോൻ കല്യാണം കഴിഞ്ഞ് ആ കൊണ്ടുവന്നതായിട്ടുള്ള പെൺകുട്ടിക്ക് പെട്ടെന്നുണ്ടായ മാനസികമായിട്ടുള്ള ഒരു വിഭ്രാന്തി. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവർ ഫാമിലിയോട് കൂടി വരികയാണ്. അപ്പോൾ അവർക്ക് ഇവിടെ ലോഡ്ജിലൊന്നും താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ എന്തുകൊണ്ട് വെച്ചാൽ അത്ര വയലൻ്റ് ആയിരുന്നു ആ കുട്ടി. അപ്പോൾ ആ നേരിട്ട് ഇവിടെ കൊണ്ടുവരികയും കൈകാല് കെട്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നർത്ഥം. അപ്പോൾ അതിന് സംബന്ധിച്ചോളം പ്രേതബാധയുണ്ടായി എന്നാണ് ഇപ്പോൾ നമ്മൾ ശ്രാവണത്തിൽ കണ്ടത്. പ്രേതദുരിതം, ദുർമരണം സംബന്ധിച്ചതായിട്ടുള്ള ഒരു പുരുഷപ്രേത സാന്നിധ്യത്തെയാണ് അവിടെ കണ്ടത്. അപ്പോൾ അവർ അതിൻ്റെ കാരണം പറഞ്ഞതെന്താ വെച്ചാൽ ആ കുട്ടിക്ക് ഈ കല്യാണത്തിന് മുമ്പ് വേറൊരു പയ്യനുമായിട്ട് കല്യാണം നിശ്ചയിക്കുകയും കല്യാണത്തിന് തലേ ദിവസം ആ കുട്ടി പയ്യൻ ആക്സിഡൻറ്റിൽ മരിക്കുകയും ചെയ്തു. അങ്ങനെ ആ പയ്യൻ്റേതായിട്ടുള്ള പ്രേതമാണ് ഈ കുട്ടിയിൽ ആവേശിച്ചതെന്നുള്ള കണ്ടു. അങ്ങനെ ആ പ്രേതം മുക്തിയെ